പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഇതാരാന്ന് മനസ്സിലായില്ലേ? നമ്മളെ വ്ളോഗർ ആശ വിജി നിലമ്പൂര്. ചാലക്കുടി KSRTCന്ന് നമ്മൾ കൊളുക്കുമല, അതുപോലെ ടൈഗർ റോക്ക്, പിന്നെ ഒരു ടീ മ്യൂസിയം, അതുപോലെ ലക്കം വാട്ടർഫാൾസ്, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു അടിപൊളി കിടിലൻ യാത്ര എന്ന് തന്നെ പറയാം. ഇതിന് പുറകെ വീഡിയോ വരുന്നുണ്ട്, നോക്കിക്കോളി. അത് KSRTCയിൽ ആദ്യമായിട്ടുള്ള ഒരു ട്രിപ്പാണ്. നമുക്ക് അഡ്വഞ്ചറായിട്ടുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും കൊളുക്കുമലയിലെ സൺറൈസ്. അത് കിടിലനായിരുന്നു. പോയി വന്നതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ബാക്കി വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ബാക്കി വിശേഷങ്ങൾ വീഡിയോ കിട്ടും. സമയം രാത്രി 10 മണി. ചാലക്കുടി KSRTCയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ ഉല്ലാസയാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്, കൊളുക്കുമലയിലേക്കുള്ള. അപ്പോൾ എങ്ങനെ പോവല്ലേ? കൊളുക്കുമലയിലേക്കുള്ള ആദ്യ ഉല്ലാസയാത്രയിലാണ് കേട്ടോ അപ്പോൾ ഞാനുള്ളത്. ചാലക്കുടി KSRTCയിലെ BTC യാത്രകളിൽ പെരേസാറും കൂട്ടരും പുതിയ പുതിയ റൂട്ടുകളൊക്കെ ഇട്ടിട്ട് മുന്നിൽ തന്നെ ഉണ്ട് കേട്ടോ. അവിടുത്തെ യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ്. ഓരോ വെറൈറ്റി സ്ഥലങ്ങളാണ് ചൂസ് ചെയ്യുന്നതൊക്കെ. നമ്മളെന്തായാലും യാത്രയിലാണ്. ഇപ്പോൾ നേരെ നമ്മൾ പോകുന്നത് സൂര്യനെല്ലിയിലേക്കാണ് കേട്ടോ. അവിടുന്ന് ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് അവിടെ നിന്നുള്ള ഓഫ് റോഡ് ജീപ്പ് സഫാരിയും അതുപോലെ കൊളുക്കുമല സൺറൈസും. 1700 രൂപയാണ് നമുക്ക് ഒരാൾക്കുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. ചാലക്കുടിയിൽ നിന്ന് സൂര്യനെല്ലിയിൽ എത്തിയിട്ട് അവിടെ നിന്നുള്ള ഫ്രഷപ്പ്, അതുപോലെ ജീപ്പ് സഫാരി, കൊളുക്കുമല സൺറൈസ് കാണാനുള്ള അവിടുത്തെ എൻട്രി ഫീസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഫുഡ്, എല്ലാ സ്ഥലത്തെയും എൻട്രി ഫീസ് ഉൾപ്പെടെ ഈ 1700 രൂപയാണ് കേട്ടോ. വളരെ ചീപ്പല്ലേ? ഇതിലും നല്ലൊരു അവസരം കൊളുക്കുമല സൺറൈസ് കാണാനില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. യാത്രയുടെ ആ ഒരു സാഹസികത കണ്ടല്ലോ അല്ലേ? പോകുന്ന വഴിയുടെ എയർപിന്നും കാര്യങ്ങളൊക്കെ നമ്മൾ റിവേഴ്സ് ചെയ്തിട്ടൊക്കെയാണ് പോകേണ്ടി വരുന്നത്. അപ്പോൾ ഡ്രൈവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ഡ്രൈവേഴ്സ് തന്നെ ആയിരുന്നു കേട്ടോ. നമ്മളെന്തായാലും സൂര്യനെല്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കുള്ള ഹോട്ടലിൽ ഒരു 3-4 റൂം നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഫ്രഷപ്പും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓഫ് റോഡ് ജീപ്പ് സഫാരിക്കുള്ള അല്ലെങ്കിൽ കൊളുക്കുമല സൺറൈസ് കാണാനുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ജീപ്പിൽ 6 പേരെ വെച്ചിട്ടാണ് അവർ കൊണ്ടുപോകുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഫുൾ ഡീറ്റെയിൽ അവിടെ എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ പെരേർ സാർ എന്നെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒടുക്കത്തെ തണുപ്പായതുകൊണ്ട് ഫ്രഷപ്പും കാര്യമൊക്കെ തന്നെ കണക്കായിരുന്നു. വന്നിട്ട് കുളിക്കാമെന്ന് എല്ലാവരും പറഞ്ഞത്. ഓടിക്കയറി എല്ലാവരും ജീപ്പിൽ സെറ്റായിട്ടുണ്ട്. നമ്മൾ ബിജി നിലമ്പൂരേക്ക് ഇരിക്കുന്നുണ്ടല്ലേ ഫ്രണ്ടിൽ തന്നെ വീഡിയോ എടുക്കാനായിട്ടാണ്. ഞങ്ങൾക്ക് എന്തായാലും നല്ല കിടിലൻ ഒരു താറന്നെ, നല്ല അലോവിയിലൊക്കെ ഇട്ട കിടിലൻ താറന്നെ കിട്ടിയിട്ടാണ്. ഇതിലും 6 പേര് തന്നെയാണ്. വലിയ ജീപ്പാണെങ്കിലും 6 പേര് തന്നെയാണ് കണക്ക്. ഇതൊരു മണിയേട്ടൻ്റെ ജീപ്പായിരുന്നു കേട്ടോ. മനുഷ്യൻ അടിപൊളിയായിരുന്നു. അവിടുത്തെ എല്ലാവിധ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ട് എന്താ നല്ല വല്ലാത്തൊരു മനുഷ്യൻ. ആളുടെ പേഴ്സണൽ കോൺടാക്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി പോകുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ട് പോകുമ്പോഴും ആളായിട്ട് പോകാമല്ലോ. അടിപൊളിയായിരുന്നു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വൈബ് യാത്ര. പുലർച്ചെയുള്ള കൊടും തണുപ്പും അങ്ങോട്ടുള്ള ഓഫ് റോഡ് ജീപ്പും എൻ്റെ അമ്മോ പൊളിയാണ്. ഏതായാലും ഇപ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് എന്തായാലും ഇവർക്ക് സീനിയോറിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ തന്നെ കൊണ്ടു നിർത്തിയ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ എസ്കേപ്പായി. കാപ്പിത്തോട്ടങ്ങളിൽ ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലല്ലേ? കാപ്പിത്തോട്ടം നമുക്ക് ഇവിടെ ഇല്ലല്ലോ. മൂന്നാറിൽ കാപ്പിത്തോട്ടം ഇല്ല. ഊരുകൾ മാത്രമേ. അതെ. മൊത്തം 15 കിലോമീറ്ററിൽ എത്ര കിലോമീറ്റർ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററിൽ 300 മീറ്റർ നടക്കാനുണ്ട് അല്ലേ? 300 മീറ്റർ നടക്കാനായിട്ട് തിരിച്ചു വരുമ്പോൾ നിർത്താം അവിടെ. തിരിച്ചു വന്നോ? ഇനി ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ മുകളിൽ ടോയ്ലറ്റ് പിടിച്ചിരുന്നോടെ. ഇത്ര പ്രതീക്ഷിച്ചില്ലല്ലേ? പക്ഷേ മൂകാംബിക അത്ര ടഫ് അല്ല കേട്ടോ. അവിടെ കുറെ കൂടിയൊക്കെ റോഡുണ്ട്. ഇത് കല്ലുകളാണ്.
ആ അതെ അവര് ഈ വഴിക്ക് ഓവർടേക്ക് ചെയ്ത് വരും. വണ്ടിക്ക് കയറല്ലേ ആ 7339 അടി ഹൈറ്റ് അല്ലേ? 7139. ആ ഓക്കെ. ആനമുടിയാണ് ഫസ്റ്റ് അല്ലേ? ഈ പാറയുടെ പേര് പുളിപ്പാറയാണ്. അത് അവിടെ ചെല്ലുമ്പോൾ ചെറിയ റോക്ക് അത് ഫ്രഷ് പീസ് ആയിരിക്കും. ഫുൾ മിസ്റ്റ് ആയിട്ടോ, ഫുൾ മിസ്റ്റ് ആയി. ആ അതെ. അധികം കയറാൻ പറ്റാത്ത. അതെ നമ്മൾ കയറുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് മുകളിലെത്തി എന്ന് പറയാം. വെറുതെ പറഞ്ഞാട്ടോ, ജീപ്പാണ് കഷ്ടപ്പെട്ടത്. ഞങ്ങൾ അതിൽ നിന്ന് ആടി കളിക്കായിരുന്നു. ഒരു ചായക്ക് 30 രൂപയാണ് കേട്ടോ. ബ്രെഡ് ആംപ്ലേറ്റും മാഗി നൂഡിൽസൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. കേരളത്തിലെ ഏറ്റവും മനോഹരമായ ഒരു സൺറൈസ് കാണാനായിട്ട് പെരേസാറ പോകുന്നു. തണുപ്പാണ് വില്ല കേട്ടോ. കിടിലൻ തണുപ്പ് എന്ന് പറഞ്ഞാൽ കിടിലൻ തണുപ്പ് തന്നെയാണ്. കറക്റ്റ് സമയത്ത് തന്നെ മുകളിലെത്തിയിട്ടാണ്. ഇവിടെ ഇതാ പുലർന്നേ ഉള്ളൂ. എന്തായാലും എല്ലാവരും വെയിറ്റിങ്ങിലാണ് അതിമനോഹരമായ ആ ഒരു സൂര്യോദയത്തിന് വേണ്ടിയിട്ട്. ഹലോ ഹലോ, ഇവിടെ ഇവിടെ മുഖം കാണിക്കേ. തണുത്തിട്ടാണ് പിരിയുന്നില്ല ബോക്സ്. സൂര്യോദയം കണ്ട് ഇറങ്ങുന്ന നേരത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു വ്യൂ ആണ് കേട്ടോ അത്. എവിടെ നോക്കിയാലും ഭംഗിയാണ്. അതാണ് ആ ഒരു ഏരിയയുടെ പ്രത്യേകത. നമുക്കിവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ തരുന്നുണ്ട്. 2000 രൂപയാണെന്നാണ് പറഞ്ഞത്. ടെൻറ്റ് ഫെസിലിറ്റിയാണ് കേട്ടോ. ബാത്റൂമും കാര്യങ്ങളൊക്കെ പുറത്താണ്. അടിപൊളിയായിരിക്കും എന്തായാലും അടുത്തൊരു താമസം.
ഒരുപാട് പഴക്കമുള്ള ഒരു ടീ ഫാക്ടറിയാണ് കേട്ടോ ഇത്. നമ്മൾ പാക്കേജിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിനകത്ത് കയറി എന്തായാലും പഴയ സിസ്റ്റമാണ്, അത്രയും പഴക്കമുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെ ടീ നിർമ്മാണ രീതികളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ വിത്ത് ഗൈഡോട് കൂടിയിട്ട് അവിടെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എല്ലാം നടന്നൊന്ന് കാണാൻ പറ്റി. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ കൊടുത്തില്ലേ അതിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലം ഇതാണ്. ഉള്ളത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ഇത് കൊണ്ട് നട്ടേക്കുന്നത്. കേരള വ്യൂ ഉണ്ട്, തമിഴ്നാട് വ്യൂ ഉണ്ട്. ഇനി നമുക്ക് ടൈഗർ റോക്ക് വ്യൂ പോയിൻറ്റിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. അതും അതിമനോഹരം തന്നെയാണ്, കണ്ടു നോക്കും. ഇത് തമിഴ്നാട്, കേരളമാണ്. ഇത് കേരളം. ഇത് കേരളം. ഓ, ഇത് തമിഴ്നാട്. ഇത് കേരളം, ഇത് തമിഴ്നാട്. ബ്രോ എല്ലാവർക്കും ഞാൻ ഒരു ഫോട്ടോ എടുത്ത് തരാം. ഒരു മിനിറ്റ് കുറച്ചുകൂടെ അടിയിലേക്ക്. ഈ വണ്ടികൾ പോയ വണ്ടികൾ മിക്കവാറും വരും. സെക്കൻഡ് ട്രിപ്പ് ഞായറാഴ്ച ആയതുകൊണ്ട്. പുലർച്ചെ കയറിപ്പോയ സമയത്ത് നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വരുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി. മുകളിൽ ആ നടുവിലായിട്ട് കാണുന്നതാണ് കേട്ടോ മീശപ്പുലിമല. അങ്ങനെയാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും സൂര്യനെല്ലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ അടുത്ത പോയിൻ്റായ ലക്കം വാട്ടർഫാൾസിലേക്കാണ് പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടായിരുന്നത് ഇടിയപ്പം, പൊറാട്ടയും മുട്ടക്കറിയും അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ.
പച്ചപ്പ് നിറഞ്ഞ ആ ഒരു അന്തരീക്ഷം, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ആനവണ്ടി, അതിനിടയിൽ ഇതിൻ്റെ ഒരു സൗന്ദര്യം ശരിക്കൊന്നും ആസ്വദിക്കാൻ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും പാട്ടും അതിൻ്റെ അനുബന്ധിച്ച കലാപരിപാടികളൊക്കെ നമ്മൾ എന്നത്തെയും പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബസ്സിനകത്ത്. അപ്പോൾ പാട്ട് പാടുന്നവർ പാട്ട് പാടുന്നുണ്ട്, എന്നത്തെയും പോലെ കുറച്ച് ഡാൻസും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കൂടിയിട്ടാണല്ലോ നമ്മൾ ഉല്ലാസയാത്ര എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിന് മാത്രം നമ്മൾ എവിടെ ഇതിനൊരു കുറവ് വരുത്താറില്ല. ഒരുപാട് ഉല്ലാസയാത്രകൾ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡൊമിനിക് പെരേര സാറ് വരെ ഡാൻസ് പഠിച്ചിരിക്കുന്നു എന്നുള്ളത് വലിയൊരു സത്യമാണ് കേട്ടോ. ഞങ്ങളിൽ ഒരാളായിട്ട് അദ്ദേഹം എപ്പോഴും ഉണ്ടാവും. അത് ഈ യാത്രയിലും ഉണ്ടായിരുന്നു. പാട്ടും ഡാൻസൊക്കെ ആയപ്പോൾ നമ്മുടെ ഡ്രൈവർ സുബേർക്ക് വരെ ഹരം കൊണ്ടിരിക്കാനായിട്ടാണ്. എന്തായാലും മൂന്നാർ ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ലക്കം വാട്ടർഫാൾസിലേക്കുള്ള യാത്രയിലാണ്. അങ്ങോട്ടുള്ള യാത്രയിലുള്ള ഏറ്റവും വലിയ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മഞ്ഞ് മൂടിയ ആ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് കിട്ടി. മഞ്ഞിനും തണുപ്പിനും ഒന്നും കുറവില്ലാത്തൊരു യാത്രയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. വിജയ് ദാദാ സാഹിബ് വരുന്നേ. യാത്രക്കിടയിൽ നല്ലൊരു മഞ്ഞിന്റെ അല്ലേ, നല്ലൊരു ആംബിയൻസ് കിട്ടി. നല്ല മഞ്ഞാണ്. അപ്പോൾ അത് കൊള്ളാനായിട്ട് ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ബാക്കിൽ നോക്കി നോക്കിയാൽ അടിപൊളിയല്ലേ? മിസ്റ്റാണ്, മിസ്റ്റ് മക്കളെ. ചാലക്കുടിയുടെ ഈ കൊളുക്കുമല യാത്രയെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇതുവരെ നമ്മളിപ്പോൾ 2 സ്ഥലം, കൊളുക്കുമല, അതുപോലെ എന്താ മറ്റു സ്ഥലത്തിൻ്റെ പേര്, ടൈഗർ ടൈഗർ റോക്ക് വ്യൂ പോയിന്റ് ഒക്കെ സന്ദർശിച്ചില്ലേ? അപ്പോൾ ഈ ഒരു യാത്രയെ പറ്റി എന്താണ് അഭിപ്രായം എന്ന് പറയാം? നമ്മള് ചാലക്കുടി നിന്ന് ഒരുപാട് യാത്രകൾ നടത്തുന്നതല്ലേ, അപ്പൊ ഈ യാത്രയെ പറ്റിയുള്ള വേറെ ഉണ്ടായിട്ടില്ല. തണുപ്പ് പൊളിയാണ് അല്ലേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, മിസ്റ്റേക്ക് ആയിട്ട് നല്ല വൈബല്ലേ? ബിന്ദു മേഡത്തിന്റെ അഭിപ്രായം എന്താ? പറഞ്ഞോളൂ, പഠിക്കാൻ പറഞ്ഞോളൂ. പൊളിയായിരുന്നു അല്ലേ? പിന്നെ ബാക്കി സിംഗപ്പാറ അല്ല, ടൈഗർ പാറ. ഇഷ്ടം നിറഞ്ഞ ഈ യാത്രയിൽ നോക്കിയ ഈ ഒരു കാഴ്ചകൾ കാണാൻ നമ്മളിവിടെ ഇറങ്ങിയിട്ട് പോവാണ്. ഇനി പോയ 2 സ്ഥലത്തെ വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടുക്കത്തെ വൈബാണ്, ഒരു രക്ഷയില്ല. തണുപ്പ് പറയേ വേണ്ട, അടിപൊളി. അപ്പോൾ നമുക്കിനി ലക്കം വാട്ടർഫാൾസും കൂടി പോകാനുണ്ട്. അപ്പോൾ നേരെ അങ്ങോട്ട് പോവാം, പോരെ? അങ്ങനെ ലക്കം വാട്ടർഫാൾസ് എത്തിയിട്ടുണ്ട്. മൂന്നാറിൽ നിന്ന് ഒരു 10-30 കിലോമീറ്റർ മാറിയാണെന്ന് തോന്നുന്നു ഇത് ലക്കം വാട്ടർഫാൾസ്. എൻട്രൻസിൻ്റെ അവിടെ കുറച്ച് വെള്ളം കുറവുള്ള പോലെ തോന്നി, പക്ഷേ നമുക്ക് മുകളിൽ കയറിയിട്ട് നോക്കാം. ഇവിടെ അടിപൊളിയാണ് കേട്ടോ, നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. ഇതിനുള്ള സമയം കൂടി KSRTC നമുക്ക് തന്നിട്ടുണ്ട്. എല്ലാവർക്കും ഇവിടെ ഇറങ്ങി കുളിക്കാം എന്നാണ് നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിനിടയ്ക്ക് നമ്മുടെ നെടിയൻ്റെ മൂളിപ്പാട്ടും കേൾക്കുന്നില്ലേ? തണുത്തിട്ടാണ് കേട്ടോ, വേറെ ഒന്നും ഉണ്ടല്ല.
നമ്മളെ കൊളുക്കുമല ട്രിപ്പിൽ വീണ്ടും സൂരജേട്ടൻ ഒപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ചതുരംഗപ്പാറ ട്രിപ്പിനാണ് നമ്മൾ അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. അപ്പോൾ ഈ യാത്ര ഞങ്ങളിപ്പോൾ ഇതിൻ്റെ കൊളുക്കുമല, ടൈഗർ റോക്സ്, അതുപോലെ ലക്കം വാട്ടർഫാൾസ്, പിന്നെ ഒരു ടീ മ്യൂസിയം ഇവിടെയൊക്കെ പോയി വന്നു. അപ്പോൾ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് സൂരജേട്ടൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. കാരണം മൂപ്പര് ഒരു 3-4 ട്രിപ്പായി ഇപ്പോൾ KSRTCയുടെ ഒപ്പം വരുന്നത്. ആ യാത്ര വന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണല്ലോ വീണ്ടും വീണ്ടും വരുന്നത്. അപ്പോൾ അഭിപ്രായം നമുക്ക് നേരിട്ട് തന്നെ ചോദിച്ചു നോക്കട്ടെ, എന്താ പറയാൻ നോക്കാലോ. വളരെ നല്ല യാത്രയാണ്. പ്രത്യേകിച്ച് ഞാൻ 5ാമത്തെ യാത്രയാണ്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ജാതിയോ മതമോ രാഷ്ട്രീയമൊന്നും ഇല്ലാതെ എല്ലാത്തിനും കലുഷിതമായിരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു കുടുംബം പോലെ, അവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസ്ലിമോ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ ഒരു കുടുംബമല്ല എന്ന് പറയാൻ പറ്റില്ല. ആ തരത്തിൽ തന്നെയാണ് എല്ലാവരുടെയും പെരുമാറ്റം. അതനുസരിച്ച് പോകുന്നത്. ഇത് KSRTC ഒരു മാതൃകയാണ്. ഇതിനെ ബൂസ്റ്റപ്പ് ചെയ്യുന്ന ബ്ലോഗർമാർ ഒരു പ്രത്യേക പരാമർശം തന്നെ അനുഷ്ഠിക്കും. പ്രത്യേകിച്ച് പ്രജീഷിനെ പോലുള്ളവർ. ഇത് ഇനിയും കൂടുതൽ ബ്ലോഗർമാർ വരണം. ഇനിയും കൂടുതൽ ഗംഭീരമായിട്ട് ചെയ്യാൻ പ്രജീഷിനും സാധിക്കട്ടെ, KSRTCക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഓക്കെ, പതിവ് പോലെ ഒരു ഫോട്ടോ പിടുത്തം. അത് കഴിഞ്ഞ് നമുക്കുള്ള ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനുള്ള തിരക്കിലാണ് എല്ലാവരും. ഫുഡ് നമുക്ക് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ വരികയാണ് ഉണ്ടായത്. നല്ല കിഡ് ഫുഡാണ് കേട്ടോ. പപ്പടം, മീൻ ഫ്രൈ ഉണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്. എല്ലാവരും കഴിച്ചു തുടങ്ങി. ഫുഡിന് ശേഷം മൂന്നാറിലെത്തിയിട്ട് അവിടുന്ന് കല്ലാറ് വന്നിട്ട് അവിടെ കുറച്ച് നേരം പർച്ചേസിനായിട്ടുള്ള ഒരു സമയമൊക്കെ തന്നു. അവിടുന്ന് നമുക്കൊരു ടീ സ്നാക്സും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും വീഡിയോ ഇഷ്ടമായി എന്ന് തന്നെ വിചാരിക്കുന്നു. നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. KSRTCയുടെ നല്ല നല്ല യാത്രകളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.